നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഒരു പഞ്ചതന്ത്രത്തിലെ കഥകളാണ്. മിത്രഭേദം എന്ന് പറയുന്ന ഒരു കഥ, മിത്രലാഭമൊക്കെ 5 തന്ത്രങ്ങളുണ്ടല്ലോ, അതിൽ രണ്ടാമത്തെ തന്ത്രത്തിൽ വരുന്നതായ കഥകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തന്ത്രമാണ് മിത്രഭേദം. അതിൽ 10-25 കഥകളുണ്ടായിരുന്നു. രണ്ടാമത്തെ തന്ത്രം മിത്രലാഭം. ഒരു മിത്രത്തെ ലാഭമായിട്ട് കിട്ടുന്നത് എപ്പോഴാണ്, എങ്ങനെയുള്ളവർ തമ്മിലാണ് മിത്രമാകേണ്ടതെന്നുള്ള ഗുണപാഠമാണ് ഇതിൽ പറയുന്നത്. അടുത്ത തന്ത്രം സന്ധി വിഗ്രഹം എന്ന് പറയുന്ന തന്ത്രമാണ്. അത് നമുക്കപ്പോൾ വരുമ്പോഴും അറിയാം. ഇപ്പം മിത്രലാഭത്തിൽ എള്ളു കൊടുത്ത് എള്ളു വാങ്ങാൻ ഒരുങ്ങിയിട്ടുള്ള കഥ അതാണ് പറഞ്ഞത്. ഇനി അടുത്ത കഥ പറയുന്നത് ചിത്രാംഗൻ എന്ന് പറയുന്നത് ഒരു മാനാണ് കേട്ടോ. ആ മാൻ്റെ ചിത്രാംഗൻ ഒരു വേടൻ്റെ പിടിയിലാവുന്ന കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം അപ്പോൾ ആമയും കാക്കയും എലിയും വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് അവരൊരുമിച്ച് പരസ്പരം സഹായിച്ചും വേണ്ടിയും പറഞ്ഞും ഒരുമിച്ച് ഇര തേടി ഒക്കെ ആയിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ആഹാരം അവരവർ കഴിക്കും, അല്ലാത്തവരെ അവർക്ക് ഇഷ്ടമുള്ളവർ കഴിക്കും. അങ്ങനെ എലിക്ക് ഇഷ്ടമുള്ളത് കൊച്ചും മറ്റ് ജീവികളെയും ഒക്കെ കരണ്ട് തിന്നാനും പിടിക്കാനും ഒക്കെയാണ്. എന്നാൽ അതേസമയം കാക്കയ്ക്കാണെങ്കിൽ മറ്റുള്ളവരുടെ ഉച്ചിഷ്ടമൊക്കെ കൊത്തി വലിച്ച് തിന്നിട്ട് അങ്ങനെ കിട്ടും. ആമയ്ക്കാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ചെറിയ ചെറിയ ജലജീവികളെയൊക്കെ ഇഷ്ടം. ഇവരെല്ലാവരും അവരവരുടെ അവരവർ തന്നെ തേടി പിന്നെയുള്ള വിശ്രമ സ്ഥലം ഒരുമിച്ചിരുന്ന് കഥയും പറഞ്ഞ് കവിതയും ചൊല്ലി അങ്ങനെ സുഖമായിട്ട് താമസിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്തേക്ക് ഒരു മാൻകുട്ടി ഓട്ടി വന്നു. മാൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല, എന്നുവെച്ചാൽ അത്ര പൂർണ്ണ വളർച്ച ആയിട്ടുമില്ല. ആ മാൻ ഓടി വരണം കണ്ടപ്പോൾ വേഗം ഇവരുടെ അടുത്തേക്ക് വന്നിരുന്ന് അങ്ങോട്ട് ഇരുന്ന് കിതയ്ക്കാൻ തുടങ്ങി. ഓടുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ ചങ്ങാതി താൻ ഓടി വരണേ? ഒരു വേടൻ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എനിക്ക് വെള്ളം ദാഹിക്കണം, കുടിക്കാൻ തരുന്നു. വേഗം പോയി പാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ചിത്രാംഗതൻ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ചിത്രാംഗതൻ സുഖമായി അവർ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിത്രാംഗതനെയും അവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടി അങ്ങനെ 4 പേര് വളരെ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു നാൾ അവർ ഭക്ഷണം തേടി ഈ ചിത്രാംഗതൻ കാട്ടിലേക്ക് പോയി. ചിത്രാംഗതൻ മാനാണ്, വല്ല പുല്ലുകളും പഴങ്ങളൊക്കെ ആണല്ലോ തിന്നുക. ഇത്തിരി ദൂരേക്ക് ഉള്ളിലേക്ക് പോയി. വരേണ്ട സമയമൊക്കെ ആയി, എന്നിട്ടും വന്നില്ല. മറ്റു 3 പേരും തമ്മിൽ പറഞ്ഞു, അയാൾ വന്നില്ലല്ലോ, പോയിട്ട് ഇത്തിരി നേരമായില്ലോ. പറഞ്ഞു, ഈ തെക്ക് ഭാഗത്തേക്കാണ് പോയിക്കണം, ഇപ്പോൾ വരുമായിരിക്കും. കാത്തിരുന്നു, കണ്ടില്ല. ഒക്കെ കഴിഞ്ഞപ്പോൾ കാക്ക പറഞ്ഞു, ഞാനൊന്ന് ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് വരാം, എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്ന്. അപ്പോൾ എലിയും ആമയും ഇവിടെ കാത്തിരുന്നു. കാക്ക പറന്ന് പൊങ്ങി കാടിനുള്ളിലൊക്കെ ചിത്രാംഗതൻ എന്ന മാനിനെ തേടി നടന്നു. അങ്ങനെ തേടി നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഒരു കാഴ്ച, കഠിനമായ കാഴ്ച തന്നെ. ഒരു വേടൻ വല വച്ചതിൽ ഈ മാൻ ചിത്രാംഗതൻ കുടുങ്ങി കിടക്കുക. എങ്ങനെ പുറത്ത് കിടക്കും തന്നെ. ഉടൻ തന്നെ കാക്ക എലിയുടെ അടുത്തേക്ക് വന്നു. എലി വേഗം ഓട്ടിച്ചെന്നു. എലി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറന്ന് അവസാനം ഈ സുഹൃത്തിനെ കണ്ടെത്തി വലയിൽ കുടുങ്ങി കിടക്കുക. ഈ വേടം വരണതിന് മുൻപ് ഈ ചിത്രാംഗതനെ രക്ഷിക്കണം. അതിനിപ്പോൾ എലി ഇവിടെ ഉടനെ എത്തിയിട്ടേ പറ്റുള്ളൂ. വേഗം കാക്ക പറന്നു പോയി എലിയെ കൊണ്ടുവന്നു. എലിക്കിത് കണ്ടപ്പോൾ വലിയ പരിഭ്രമം തോന്നില്ല. ഇതിനേക്കാളൊക്കെ എത്ര വലിയ വല ഞാൻ കരണ്ട് മുറിച്ചേക്കുന്നു എന്ന് കരുതി കറളാൻ തുടങ്ങി. ചിത്രാംഗതൻ രക്ഷപ്പെടാനായി ധൃതിപ്പെടുക. അപ്പം എന്താണ് ചിത്രാംഗതൻ്റെ കഥ എന്നറിയാനായിട്ട് എലിക്കൊരു സങ്കീർണകൻ എന്ന എലി, ആദ്യം ഒരു സമർത്ഥനായ എലി, ആ എലി ഹിരണ്യകൻ ചിത്രാംഗന് നഷ്ടപ്പെടുക. എന്നാൽ ഹിരണ്യകൻ എന്ന എലി, ആ എലിക്ക് എങ്ങനെയാണ് ചിത്രാംഗതൻ്റെ കഥ, എങ്ങനെയാണ് ജീവിതകഥ. അപ്പം അയാൾ പറഞ്ഞു, അത് പറയാനൊന്നുമില്ല, ഒരു ദുഃഖകഥയാണ് എനിക്കുണ്ടായത്. ദുഃഖകഥയെങ്കിൽ ദുഃഖകഥ, തൻ്റെ കഥ എന്നോട് പറയണം. അങ്ങനെ പെട്ടുപോയ ആ വലയിൽ നിന്നും, വേടൻ്റെ വലയിൽ നിന്നും കുടുങ്ങി രക്ഷിക്കാനായിട്ട് ഹിരണ്യകൻ വല കരണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിത്രാംഗതൻ തൻ്റെ കഥ പറയാം. ഞാൻ ജനിച്ചിട്ട് ഒരു 6 മാസമായിട്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അടുത്തൊക്കെ കൂടെ ഉണ്ട്, വേറെയൊക്കെ പോയി ജീവിക്കുക. ഞാൻ മാത്രം അമ്മയുടെ കൂടെ. എന്തിനു പറയണം, ഒരു ദിവസം അമ്മ ഭക്ഷണം തേടി പോയേക്കായിരുന്നു, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു വേടൻ വരുന്നത് കണ്ട് കൂട്ടുകാരൊക്കെ ഓടിപ്പോയി.
കൂട്ടുകാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഓടിപ്പോയി. ഈ 6 മാസം മാത്രമായ ഈ ചിത്രാംഗൻ എന്ന് പറയുന്ന ആ മാനിന് ഓടിപ്പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും വേഗം വേടൻ വന്ന് ഇതിനെ പിടിച്ചിട്ട് വേടൻ ഇതിനെ കൊല്ലുകയല്ല ചെയ്തത്. കണ്ട നല്ല ഭംഗിയുള്ളൊരു മാൻകുട്ടി. ഇത് ആ നാട്ടിൽ രാജാവിന് കൊടുത്താൽ വലിയ ഇഷ്ടമായി ഈ മാൻകുട്ടിയെ. അപ്പം എനിക്ക് നല്ല കാശും കിട്ടും. വേടൻ കണ്ട സൂത്രം അതായിരുന്നു. വേടൻ അങ്ങനെ ഈ മാൻകുട്ടിയെ കൊണ്ടുപോയി രാജാവിന് കാഴ്ചവെച്ചു. രാജാവിന് വളരെ ഇഷ്ടമായി. രാജാവ് അതിന് പ്രത്യേക ഒരു കൂട് പണിയിച്ചു. നല്ല നല്ല രാജകീയ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തു. ചിത്രാംഗതിന് രാജകൊട്ടാരത്തിൽ സുഖമായിരുന്നു. എങ്ങും പോണ്ട, ഭക്ഷണം തേടി പോണ്ട, അലയണ്ട, ഒരു കാര്യമില്ല. നല്ല പാലും പഴവും പഞ്ചസാരയൊക്കെയല്ലേ കിട്ടണേ രാജകൊട്ടാരത്തിൽ മാനിനെ. അങ്ങനെ നല്ല ഭക്ഷണം ഒക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഈ പ്രകൃതിയിൽ കൂട്ടിക്കെടുക്കുകയാണ് ചിത്രാംഗത. ആ സമയത്ത് നോക്കിയപ്പോൾ അതിങ്ങനെ പെട്ടെന്നൊരു ഇടിമുഴക്കം, പിന്നാലെ ഒരു ഇടിമിന്നൽ, മഴ. ഇതൊക്കെ കണ്ടപ്പോൾ ചിത്രകാരൻ എൻ്റെ കൂട്ടുകാരൊക്കെ അതേ മഴയും കൊണ്ട് സുഖമായിട്ട് നടക്കുക. ഇഷ്ടം പോലെ മഴ കൊള്ളാതെ ഒരു എനിക്കപ്പെട്ടെ മഴ കൊള്ളാൻ പറ്റണേ. എന്നെ പിടിച്ചിവിടെ കൂട്ടിലിട്ടേക്കല്ലേ. പാൽപ്പായസം തരുന്നതുകൊണ്ട് എന്താ കാര്യം. എനിക്ക് ആ കാട്ടിലെ തളിർപ്പുല്ല് ഇത്തിരി തിന്നാൻ കിട്ടിഞ്ഞി. എനിക്കതായിരുന്നു ഇഷ്ടം എന്നൊക്കെ വിചാരിച്ചു. അതുപോലെ എന്തു നല്ല പഴങ്ങളാണ് വീണ് കിടക്കണേ കാട്ടിൽ. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പോയി തിന്നായിരുന്നു. ഇവിടെ ഇപ്പം പഴമൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ഒന്നാന്തര ഏത്തപ്പഴം തരുന്നുണ്ട്. പക്ഷെ ഞാനത് തിന്നണമുണ്ട്. എന്നാലും ആ കാട്ടിൽ കൂടെ ഓടി നടന്ന് വീണ് കിടക്കണ പഴങ്ങളൊക്കെ തിന്നാനൊരു സുഖമുണ്ടേ. അങ്ങനെ തന്നെ ഇരുന്ന് ഇങ്ങനെ പറയുക, അപ്പോൾ എന്നെ ഒന്ന് ആരെങ്കിലും തുറന്നു വിട്ടെങ്കിൽ ഞാൻ കാട്ടിൽ കൂടെ പോയി ഇളമ്പുല്ല് തിന്നേനെ. നല്ല തളിര് വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം കാട്ടരുവിയില്ല, അത് ഞാൻ കുടിച്ചേനെ. പഴങ്ങളൊക്കെ ഞാൻ തിന്നേനെ എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ തന്നെത്താനെ പറഞ്ഞ് ശബ്ദങ്ങൾ ഉറക്കനിയായി കഴിഞ്ഞപ്പോൾ അതുവഴി വരുന്ന രാജകുമാരൻ കേട്ടു. രാജകുമാരൻ എന്താ മാനുകൾ തന്നെത്താനെ വർത്താനം പറയുമോ? ഈ കുട്ടിയൊക്കെ എടുക്കണ മാനാണല്ലോ ഇപ്പം തന്നെ വർത്താനം പറഞ്ഞിട്ട്. അതിന് ഇളമ്പുല്ല് തിന്നണമെന്നോ, കാട്ടരുവിയിലെ തെളിനീര് കുടിക്കണമെന്നോ, പഴങ്ങൾ തിന്നണമെന്നോ ഒക്കെ പറയണു. ഈ മാനുകളൊക്കെ വർത്താനം പറയൂല്ലേ? എന്ത് ചെയ്യും? രാജകുമാരന് പെട്ടെന്ന് പേടിയെ പോയി ചെയ്തേ. ഇതിന് വല്ല ബാധയും കൂടിയായിരിക്കുമോ? ഇത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് പേടിച്ചിട്ട് മാൻകുട്ടി വർത്താനം പറയണ കണ്ട് പേടിച്ചിട്ട് രാജകുമാരന് പനി ഇങ്ങോട്ട് വന്നു. പനി എന്ന് പറഞ്ഞാൽ ചില്ലറ പനിയാണോ? നല്ല തുള്ളപ്പനി, ചൂട്ട് പൊള്ളണ പനി ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്താ ഈ കാരണം? ഇങ്ങനെ വേഗം ജോത്സ്യനെ കൊണ്ടുവന്നു. അപ്പം ജോത്സ്യൻ നോക്കിയപ്പോൾ പറഞ്ഞു, രാജകുമാരനൊന്ന് പേടിച്ചിട്ടുണ്ട്, എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. അപ്പം രാജകുമാരൻ പറഞ്ഞു, മാനുകൾ സംസാരിക്കൂ, കൂട്ടി കിടക്കണം, മാൻകുട്ടി സംസാരിക്കണം ഞാൻ കേട്ടു. ഇളമ്പുല്ല് കിട്ടിയാൽ തിന്നാമെന്നും പഴം കിട്ടിയാൽ തിന്നാമെന്നും തെളിനീര് കുടിക്കാമെന്നൊക്കെ പറയണം ഞാൻ കേട്ടു. അത് കണ്ടപ്പോൾ വല്ല പ്രേതബാധയാണോ എന്ന് വെച്ചാൽ ഞാനൊന്ന് ഭയപ്പെട്ടു എന്നുള്ളത് ശരി. അപ്പം തുടങ്ങി എനിക്ക് പനി, നല്ല ഓർമ്മയുണ്ട്. അപ്പം ജോത്സ്യൻ പറഞ്ഞു, ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. എന്താ ഭയപ്പെടാതെ? ഒന്നുമില്ല. എന്നെ ഇടയ്ക്കിടയ്ക്ക് അതോടെ സങ്കടത്തിൽപ്പെട്ട മൃഗങ്ങൾ, ജോത്സ്യൻ പ്രശ്നവിചാരമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, സങ്കടത്തിൽപ്പെട്ട മൃഗങ്ങൾ, അവർക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്ന മൃഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ വർത്താനം പറയും. അത് ഭൂതവും പ്രേതമൊന്നുമല്ല, ഒരു പിശാചുമല്ല അവിടെ. ആ മാൻകുട്ടിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവും, അങ്ങനെ വല്ലതും തോന്നിയോ, ആ സങ്കടം തീർത്തു കൊടുത്താൽ മതി, അപ്പം പനി മാറി പോകുന്നു. അതിന് പുറത്ത് പോയെങ്കിൽ, കാട്ടിൽ പോയെങ്കിൽ ഇളമ്പുല്ല് തിന്നായിരുന്നു, വെള്ളം കുടിക്കായിരുന്നു എന്നൊക്കെ പറയണം ഞാൻ കേട്ടു. അപ്പം കൂട്ടിനകത്തല്ലേ, സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ വിഷമ. അതുകൊണ്ടാണെന്ന് പറഞ്ഞു. വേഗം തന്നെ രാജകുമാരൻ്റെ പേടി അങ്ങോട്ട് മാറി. അതോടെ പനി മാറി. രാജകുമാരൻ്റെ പേടി പോയപ്പോൾ പനിയും പോയി. ഉടൻ തന്നെ ആ കൂടങ്ങോട്ട് തുറന്നു വിട്ടു. രാജകുമാരൻ വേഗം ചെന്ന് ആ പക്ഷിയുടെ മാനിൻ്റെ കൂട് തുറന്നു വിട്ടു. പക്ഷേ ആ മാൻ മറ്റൊരു കെട്ടിലാണ് പിന്നെ ചെന്ന് കുടുങ്ങിയത്. ജീവിതത്തിൽ സംഭവിക്കാത്തതൊന്നുമില്ല. സുഖമായി എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് മാറും. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് സുഖമാണോ ദുഃഖമാണോ എന്നും നമുക്കറിയോ? ഒന്നുമില്ല. ഒക്കെ ദൈവഹിതം.
ദേവ ദൈവം തീരുമാനിക്കണ പോലെ. ഈ മാൻകുട്ടി ഇതാ കൂട് തുറന്നു വിട്ടു, കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി സംഭവിക്കാവുന്ന കാര്യം നമുക്ക് പറയാം, അടുത്ത 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 ദിവസം പറയാം. ഇപ്പോൾ ഇന്ന് ഈ കഥ നിർത്തുകയാണ്. മാൻകുട്ടി തന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചു. രാജകുമാരൻ അത് കേട്ട് ഭയം തോന്നി, പനി വന്നു. രാജകുമാരൻ കൂട് തുറന്നു, മാൻകുട്ടി പുറത്തു പോയി. രാജകുമാരൻ്റെ പേടിയും പോയി, പനിയും പോയി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇത് പഞ്ചതന്ത്രം കഥയാണേ, മിത്രഭേദം എന്ന കഥയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം കേട്ടാലൊന്നും അങ്ങോട്ട് കയറിയെന്ന് വരില്ല, വീണ്ടും വീണ്ടും കേൾക്കുക. പഞ്ചതന്ത്രം കഥകൾ നമ്മുടെ രാജ്യത്തിൻ്റെ കഥാസമ്പത്താണ്, കഥകളുടെ ഒരു സമ്പത്താണ്. വിക്രമാദിത്യൻ കഥകൾ, ബീർബൽ കഥകൾ, മഹാഭാരത കഥകൾ, ഭാഗവത കഥകൾ, ദേശസ്നേഹമുള്ള കഥകൾ, അങ്ങനെ എന്ത് നാടോടി കഥകൾ, മുത്തശ്ശി കഥകൾ, ചരിത്ര കഥകൾ, അങ്ങനെ 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 എന്തുമാത്രം കഥകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ പഞ്ചതന്ത്രം കഥകളാണെങ്കിൽ എല്ലാ കഥകളും ഗുണപാഠമുള്ളത്. ഒരു ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട 5 തന്ത്രങ്ങളാണ് ഇതിലുള്ളത്. ഇത് മിത്രഭേദം എന്ന കഥ, മിത്രലാഭം എന്ന തന്ത്രം രണ്ടാമത്തെ തന്ത്രത്തിൽ ഒരു കഥയാണ്. ഇതിൻ്റെ തുടർക്കഥ, പുറം കടന്ന കൂട് തുറന്ന് പുറത്തു പോയ മാനിൻ്റെ പുറകെ നമുക്ക് നാളെ പോകാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥകൾ കേൾക്കൂ. എല്ലാവരും പറ്റുന്നത്ര പ്രചരണം ഈ കഥകൾക്ക് നൽകൂ. എല്ലാവർക്കും നന്ദി.